ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരിക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ രാവിലത്തെ ചായ പരിപാടിയും ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 10 മണിക്കൊക്കെ കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഞാൻ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടുങ്ങാണ്ടേക്കുള്ള ഉപ്പേരി നുറുക്കുകയാണ്. പയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് 10 മണിക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറും ഉച്ചക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ അറിയാനൊന്നുമില്ല. സാധാ ഒരു നെയ്ച്ചോറും ഒരു ബീഫ് കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അത്രയേ ഉള്ളൂ. സ്പെഷ്യൽ ഉണ്ടാക്കുകയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടായൊരു തീരുമാനം കേട്ടോ. ബീഫ് കൊടുന്നപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും നെയ്ച്ചോറിൽ വലിയൊരു താല്പര്യമൊന്നുമില്ല. അപ്പം നമ്മൾ തേങ്ങാച്ചോറ് വെച്ചിട്ട് ഒരുപാട് ഇരിക്കണം. അപ്പം പറഞ്ഞ് നമുക്ക് തേങ്ങാച്ചോറ് വെച്ചാൽ മതി. അപ്പോൾ എനിക്കും കുറച്ച് തേങ്ങാച്ചോറും വെച്ചു, കാക്കൂനും മക്കൾക്കും കൂടെ കുറച്ച് നെയ്ച്ചോറും. അങ്ങനെ 2 വിധം ചോറാണ് ഞാൻ ഉണ്ടാക്കിയത്. ബീഫൊക്കെ ക്ലീനാക്കി വെച്ചു. പിന്നെ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാച്ചോറ് വെക്കാനുള്ള നാളികേരമൊക്കെ ചരുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കുക്കറിന് പെട്ടെന്ന് വിസിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ വാഷർ ലൂസായതാണ്. അപ്പോൾ ഒരു കുക്കർ സൈഡ് വയ്ക്കണം. പിന്നെ ഒരു കുക്കർ 2 കുക്കറാണ് എനിക്കുള്ളത്. അപ്പം ഒരു കുക്കർ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കണം. പെട്ടെന്നാണ്. അപ്പോൾ ഞാൻ അത് കണ്ട പിന്നെ അപ്പോൾ നമുക്കിതൊന്നും മിസ്സാക്കാനും പറ്റില്ല. എന്തായാലും നമ്മൾ വിചാരിച്ചില്ലേ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു കുക്കറിൽ തന്നെ. ഇപ്പോൾ മറ്റത് വാഷറൊക്കെ മാറ്റി കൊടുത്തിട്ട് വേണം. നെയ്ച്ചോറും ബീഫ് കറിയും പപ്പടം പൊരിയൊക്കെ സെറ്റായി കിട്ടിയിരിക്കണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറ് കുട്ടപ്പനെ ലാസ്റ്റാണ് കേട്ടോ ഗൈസ് ഞാൻ വെക്കണത്. അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറും സെറ്റായി കിട്ടി. അടിപൊളിക്കണം കേട്ടോ. അപ്പം തേങ്ങാച്ചോറും ഒന്ന് പിടിച്ച് നോക്കാം.